ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡില് വിക്രം പുറത്തു പോകുന്നത് കണ്ടിട്ട് അത് നന്ദിനി വന്ന് വിനയനോട് പറയും. വിനയൻ പറയും, അതെ, ഈ ജപ്തി കളയാനേ അവന് മാത്രമല്ല നമ്മളെ കൊണ്ടും പറ്റും. ആണോ? എന്നിട്ടെന്താ പറയാഞ്ഞത്? അല്ല, നിന്റെ അഭിപ്രായം അറിയാതെ ആണല്ലോ. എന്നാ പിന്നെ ഇനിയും പറയാൻ നിൽക്കണ്ട. ബാങ്കിലെ സ്വർണ്ണോ പണോ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. വിനയം പറയും, അല്ല, നമുക്കത് വീണ്ടും പണയം വെച്ച് എടുക്കാലോ. അത്രയും നന്മ എനിക്കില്ല. പിന്നെ ഞാൻ അറിയാതെ അത് എടുക്കാന്നെങ്ങാനും വിചാരിച്ചു വിനേട്ടാ, പിന്നെ നിങ്ങളെ ഞാൻ വെച്ചേക്കത്തില്ല. ഒരു അഭിപ്രായം പറഞ്ഞതല്ലേ, പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഉറങ്ങാൻ നോക്ക്. എന്തായാലും പൊളിക്കാറായ വീടല്ലേ, ഉറങ്ങിക്കോ. നന്നായി ആസ്വദിച്ച് ഉറങ്ങിക്കോ. ഹോ, വിളിച്ചുണർത്തിയത് പബദ്ധായി പോയി എന്നും പറഞ്ഞ് നന്ദിനി അവിടുന്ന് പോകുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം MLAയുടെ വീട്ടിലെത്തിയിരിക്കണേ. ആ നേരത്തെ വർക്ക്ഷോപ്പിലേക്ക് വന്ന് കൊണ്ടുവയ്ക്കും. എന്താടാ ഇവിടെ? വിക്രം പറയും, വർക്ക്ഷോപ്പിലേക്ക് വന്ന് വിളിച്ചത് മറന്നോ? എന്താ, ഞാൻ പേടിച്ചു വരില്ലെന്ന് കരുതിയോ? പോയി പറ നിന്റെ MLAയോട് വിക്രം വന്നിട്ടുണ്ടെന്ന്. സമയമില്ല, എനിക്ക് പോണം. അങ്ങനെ അവന്മാര് അകത്ത് നിന്ന് MLAയോട് കാര്യം പറയാനായിട്ട് പോവാണേ. ഈ സമയം MLA ഫോണിൽ ആരോടോ സംസാരിക്കണേ. ആ, കുടുംബം വന്നിട്ടുണ്ട്. അവര് ഒരു സിനിമയ്ക്ക് പോയിരിക്കുക. കുറച്ച് കഴിഞ്ഞ് എത്തും. ഹേയ്, അങ്ങനെ ആഘോഷമൊന്നുമില്ല. രാത്രി 12 മണിക്ക് അവൾക്കൊരു കേക്ക് കട്ടേ. പിന്നെ എന്താ ആഘോഷിക്കാനാ? ശരി ശരി, ഞാൻ അവളോട് പറയാം, താങ്ക്സ് എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യാ. അപ്പോഴേക്കും ആ ഗുണ്ട വന്നിട്ട്, സാറേ, ആ വിക്രം വന്നിട്ടുണ്ട്. അവൻ വന്നോ? മിടുക്കനാണല്ലോ, കയറി വരാൻ പറ എന്ന് പറയുമ്പോ അയാള് താഴേക്ക് ചെല്ലണേ. അവിടെ വേറെയും പാർട്ടി പ്രവർത്തകരുണ്ട്. അവരുടെ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഇത് വേറെ ഡീലാണ്. എന്നിട്ട് വിക്രമിനോട് പറയും, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറുന്ന വിക്രം പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോവാണേ. ഞെട്ടല്ല, കാരണം അവിടെയൊക്കെ മൊത്തത്തില് ബലൂണൊക്കെ വെച്ച് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി അലങ്കരിച്ചത് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും എല്ലാം ഇറങ്ങി വരും. എന്നിട്ട് വിക്രമിനെ ഇങ്ങനെ നോക്കുക. ശേഷം അവിടെ ആ സോഫ സെറ്റിൽ പോയിരിക്കും. കാലിന്റെ മുകളിൽ കാലും വെച്ചിട്ട് വിക്രം മുന്നിലെ സീറ്റിലും വന്നിരിക്കും. ആ ചെയറിന്റെ മുകളിലേക്ക് കാല് കയറ്റി വെച്ചിട്ട് MLA ഇങ്ങനെ നോക്കും. MLA പറയും, കാട്ടിൽ നിന്ന് ഈസി ആയിട്ട് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പോ നീ തന്നെ എന്റെ വീട് തേടി വന്നു. വിക്രം പറയും, വേണ്ടി വന്നതല്ല, ഇത്തവണ വിളിച്ചു വരുത്തിയതാ. തേടി വന്നിരുന്നോ? ഒരു നാൾ നിന്റെ മകനെ തേടി. ശേഷം എന്താണെന്ന് നിങ്ങൾക്കും അറിയാലോ. MLA പറയും, എന്നിട്ടും ഇത്ര ധൈര്യത്തോടെ നീ എന്റെ മുന്നിൽ വന്നിരിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ ഗുണ്ടകളെയും ഭയമില്ലെങ്കിൽ പിന്നെ എന്തിനെ വരാതിരിക്കണം? നിങ്ങളുടെ മകൻ ചെയ്തതിനുള്ള ശിക്ഷ മാത്രമേ അവന് കിട്ടിയിട്ടുള്ളൂ. അത് കുറഞ്ഞു പോയിന്നാ എനിക്കിപ്പോ തോന്നുന്നത്. MLAയുടെ മുഖം മാറും. അതിന് നിങ്ങൾ എന്റെ കുടുംബത്തിൽ വന്ന് ഭീഷണിപ്പെടുത്തി എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. ആ കണക്കിൽ ഇപ്പോഴും തിരിച്ചടിക്കാനുള്ളത് ബാക്കി എനിക്കാ. അപ്പൊ പിന്നെ നിങ്ങൾ വിളിച്ചാൽ ഞാൻ പേടിച്ചു വരാതിരിക്കുന്നു കരുതിയോ? ആകെ നനഞ്ഞവനെ കുളിരില്ല വാസവൻ സാറേ. സാറ് വിളിച്ചതിന്റെ കാര്യം പറ, എനിക്ക് പോണം. വാസവൻ പറയും, തട്ടിക്കളയാൻ നിന്നെ എന്താ സംശയമുണ്ടോ? വിക്രം ചിരിക്കും. അപ്പോ വാസവൻ പറയും, എന്റെ മകനെ അങ്ങനെ കിടത്തിയിട്ട് നീ ഈ ഭൂമിയിൽ വാഴേണ്ടാന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. വിക്രം കണ്ണിലേക്ക് നോക്കിയിട്ട് പറയും, അത്ര ഉശിരുണ്ടെങ്കിൽ സാർ അത് ചെയ്യ് സാറേ. കാര്യം ഇവിടെ തീരുമല്ലോ. അതല്ല, തോക്കോ മറ്റോ ഉപയോഗിക്കാനാണെങ്കിൽ പരമ്പരാഗത ഗുണ്ടാപ്പണിയായിട്ടാണ് വരുന്നതെങ്കിൽ സാറിന്റെ കൂടെയുള്ളവർ മതിയാവാതെ വരും. വാസവൻ പറയും, കൊള്ളാം, മിടുക്കൻ. പല തവണ ഇത് കേട്ടറിഞ്ഞെങ്കിലും ഒന്ന് കണ്ടറിയാന്ന് കരുതി വിളിച്ചതാ. നീ ഞാൻ കേട്ടതിലും മിടുക്കനാ. വിക്രം പറയും, പുകഴ്ത്തി കഴിഞ്ഞെങ്കിൽ എനിക്ക് ഇറങ്ങാമായിരുന്നു. വാസവൻ ചിരിച്ചിട്ട് പറയും, വിക്രം, നീ ഇപ്പോ എന്റെ വീട്ടിലായിരിക്കുന്നതെന്ന് ഓർമ്മ വേണം. നീ പറഞ്ഞതുപോലെ ഒരു ബുള്ളറ്റിൽ നിന്ന് അവസാനിപ്പിക്കാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടല്ല, ഒരു കച്ചവടക്കാരൻ കൂടി ആയതുകൊണ്ടാണേ കാഞ്ചി വലിക്കുന്നതിന് പകരം നിനക്ക് കൈ തരാൻ ഞാൻ തീരുമാനിച്ചത്. ശരിക്കു പറഞ്ഞാ നീ ഇപ്പൊ തനിച്ചാണ് വിക്രം. നിന്റെ ശ്രീകാര്യൻ ശ്രീനിവാസൻ പഴയതുപോലെ നിന്നെ ചേർത്ത് പിടിക്കുന്നത് നീ കരുതുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തില് വരാന്നുള്ള മോഹം കൊണ്ട് അവൻ ആരെയും കൈയൊഴിയും, നിന്നെയും. നിന്നോട് പറഞ്ഞാണല്ലോ അല്ലേ? അതുകൊണ്ട് നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ നീ വെറും 2 കാര്യം മാത്രം ചെയ്താൽ മതി. അതിന് സമ്മതിച്ചാൽ എന്റെ ഡീല് ഞാൻ പറയാം. വിക്രം ചിരിച്ചിട്ട് പറയും, ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ആ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. അതെ, വളരെ ചെറിയ 2 കാര്യങ്ങൾ. ഒന്ന്, ചെയ്തത് പേരുന്നതിനെല്ലാം ക്ഷമ ചോദിച്ച് നീ എന്റെ കാലിൽ തൊട്ട് ക്ഷമ പറയണം. അതിനുശേഷം എന്റെ ആളുകളോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് ചെന്ന് എന്റെ മകനോട് മാപ്പ് പറയണം. അത് കഴിഞ്ഞ് നേരെ തിരിച്ചു പോവാ. എന്റെ കൂടെ നിൽക്ക്. നിന്റെ ജീവിതം ഇനി മുതൽ മാറുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പണത്തിന് പണം, പദവിക്ക് പദവി, അത് ഞാൻ തരും. എല്ലാം ഞാൻ ഉണ്ടാക്കി തരാം. എന്ത് പറയുന്നു? ഇങ്ങനൊരു സംസാരം വിക്രം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കസേരയുടെ മുകളിൽ നിന്ന് ആ കാൽ താഴേക്ക് താഴ്ത്തും. എന്നിട്ട് കാലെടുത്ത് കാലിന്റെ മുകളിൽ കയറ്റി വെക്കുകയാണേ. എന്നിട്ട് MLAയുടെ മുന്നില് വിസ്തരിച്ചിരിക്കും. കയ്യിൽ കരുതിയ എല്ലും കഷ്ണങ്ങൾ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമ്പോ ചാടിപ്പിടിച്ച് വാലാട്ടി നിൽക്കാൻ ഞാൻ നീ വളർത്തുന്ന എച്ചിൽപ്പെട്ടിയാണെന്ന് കരുതിയോ? അതോ ജനങ്ങളുടെ നികുതി പണം ഏത് വിധേനയും നക്കിയെടുക്കാൻ അവസരം കാത്തിരിക്കുന്ന നിന്നെ പോലെ ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് കരുതിയോ? ഞാൻ ശ്രീകാര്യൻ ശ്രീനിവാസൻ സാറിനെ ജോലി ചെയ്യുന്നവനല്ല. ശ്രീനി സാർ എന്നാ ഞാൻ തന്നെയാ വാസവ. അതുകൊണ്ട് നീ എന്നെ ഒരുപാട് പ്രലോഭിച്ച് കൊതിപ്പിക്കല്ലേ എന്റെ വാസവ. മുൻപിൽ തടസ്സം നിന്നവരെയോ നിനക്ക് വഴങ്ങാത്തവരെയോ ആയ ഒരുപാട് പേരെ നീ ഇല്ലാതാക്കിയിട്ടുണ്ടാകും. പക്ഷെ നട്ടിലുള്ള ആണൊരുത്ത് മുന്നിൽ വന്ന് നിന്നത്
നിന്റെ ജീവിതത്തിൽ ഇപ്പോഴായിരിക്കും സംഭവിച്ചിരിക്കുക. ആ നിമിഷം നീ മരണം വരെ മറക്കത്തുമില്ല. അപ്പോൾ MLA പറയും, ഞാൻ ഇതുവരെ ഇങ്ങനൊരു ഓഫർ ആർക്കും കൊടുത്തിട്ടില്ല, അത് നീ മറക്കരുത്. വിക്രം പറയും, ആഗ്രഹം തോന്നുന്നതിന് വില പറയുന്നത് ആശിക്കുന്നവന്റെ ഇഷ്ടമാ. എല്ലാ ഇഷ്ടവും നടക്കണമെന്നില്ലല്ലോ. ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാം. കൊല്ലാനും നശിപ്പിക്കാനും ശ്രമിക്കാം. പക്ഷെ ഒന്നുണ്ട്, നീ എനിക്കിട്ട് ചെയ്തതിനുള്ള പ്രതിഫലം അത് ഞാൻ നിനക്ക് തന്നിരിക്കും, ഉറപ്പായിട്ട് തന്നിരിക്കും. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വിക്രം അവിടുന്ന് പോകുമ്പോ അങ്ങേരും ഗുഡ് നൈറ്റ് പറയും. എന്നാ ആ ഗുണ്ടകളെ വിക്രമിനെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ ഡോർ ലോക്ക് ചെയ്യാം. അവർ രണ്ടുപേരും ചേർന്ന് നിന്നിട്ട് അത് കാണുന്ന MLA പറയും, എന്നിട്ട് വിട്ടുകളയാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വിക്രം ഇങ്ങനെ MLA നോക്കും. ശേഷം അവിടുന്ന് പോവാ. വിക്രം പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അയാളവിടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിന്റെ വീട്ടിലാണ്. വിഷുവും ശ്രീജയും ഉറങ്ങിയിട്ടില്ല. ശ്രീജയ് മനസ്സിന് വല്ലാത്തൊരു വിഷമം. എനിക്ക് മനസ്സിലാവും വിഷയേട്ടാ. വിഷം പറയും, അച്ഛനെ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. ശ്രീജ പറയും, എല്ലാത്തിന്റെയും കുറ്റം വേദയ്ക്കാണ്. ചില സമയത്ത് അമ്മയുടെ സംസാരവും പെരുമാറ്റവും കാണുമ്പോ വേദ അങ്ങനെ ചെയ്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് തോന്നുന്നു. വിഷം പറയും, ഇങ്ങനെ സംഭവിച്ചത് ഞങ്ങൾ ആൺമക്കളുടെ പിടിപ്പുകേടുണ്ടാ. എന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം പാഴാക്കി കളഞ്ഞല്ലോന്ന് എനിക്കിപ്പോഴാണ് തോന്നുന്നത്. ശ്രീജ പറയും, കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല വിഷയം. ഇനി പഴയതുപോലെ ആവാതെ നോക്കിയാൽ മതി. ഇവിടുന്ന് മാറേണ്ടി വന്ന അച്ഛനും അമ്മയും ഇനി എല്ലാവരുടെയും കൂടെ താമസിക്കില്ലെന്നാ പറയുന്നത്. അപ്പൊ വിശ്വം പറയും, മടുത്തു കാണും. ജീവിതകാലം മുഴുവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചിട്ട് അവസാനം കിട്ടിയ കൂലിയായത്. ശ്രീജ പറയും, എനിക്ക് പക്ഷേ ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ വയ്യ. 2-3 സെന്റ് സ്ഥലത്ത് ഒരു കൊച്ചു വീടുണ്ടാക്കി നമുക്ക് അച്ഛനെയും അമ്മയും കൂട്ടി താമസിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നോ അല്ലേ വിഷം പറയും, സ്ഥലം വാങ്ങിക്കാനുള്ള ക്യാഷ് ഉണ്ടായിരുന്നു ഇവിടുന്ന് ജപ്തി ചെയ്ത് പോവേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നല്ലോ ശ്രീജയെ. ശ്രീജ പറയും, ഞാൻ പറഞ്ഞത് ഇനിയുള്ള കാര്യമാണ്. ഞാൻ വീട്ടില് പറഞ്ഞേ കുറച്ച് ക്യാഷ് ചോദിക്കാം. വിഷുവേട്ടൻ ജോലിയുടെ കാര്യം പറഞ്ഞേ നമുക്കൊരു ലോൺ എടുക്കാം, അത് കാണിച്ചിട്ട് നമുക്ക് പണം എടുത്തൂടെ, അങ്ങനെ വീട് വയ്ക്കാം. വിഷം പറയും, അത്തായ ഭക്ഷണിക്കാരുടെ പഴഞ്ചോറ് മാറ്റി വെക്കട്ടെ എന്ന് ചോദിക്കുന്ന പോലെയാണിത്. ഇപ്പോ മോളുടെ കാര്യം തന്നെ അവർ നോക്കുന്നില്ലേ, അത് മതി തൽക്കാലം. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും വിഷയേട്ടാ. വിഷം പറയും, നോക്കാം. അത് വിഷം പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പിലെ സജിയും ജോസഫും രാജേട്ടനും ഉണ്ട്. രാജേട്ടൻ പറയും, ഒരുമിച്ച് പോവാന്ന് പറഞ്ഞപ്പോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതാ. പിന്നെ വിളിക്കുന്നത് അയാളുടെ വീട്ടിന്റെ അടുത്ത് എത്തിയെന്ന് പറയാൻ വേണ്ടിട്ടാ. ജോസഫ് പറയും, അവനൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും വണ്ടിയുടെ ശബ്ദം കേൾക്കും. സജീവ് പറയും, പേടിക്കണ്ട, ദാ എത്തി. നമ്മുടെ വിക്രത്തിനെ ഒന്ന് തൊടാൻ കൂടി അവർക്ക് കഴിയില്ല. നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കണോ രാജേട്ടൻ. അപ്പൊ രാജേട്ടൻ വിക്രത്തോട് വയ്ക്കും, എന്ത് പറഞ്ഞടാ. വിക്രം നേരെ അവിടെ വന്ന അവരോടൊപ്പം ഇരിക്കും. എന്നിട്ട് പറയും, 3 ഡിമാൻഡ്. ഒന്ന് അയാളുടെ കാലിൽ പിടിച്ച് മാപ്പ് പറയണം, പിന്നെ അയാളുടെ മകന്റെ കാലിൽ പിടിച്ച് മാപ്പ് പറയണം, പിന്നെ മൂന്നാമത്തേത് അയാളുടെ കൂട്ടത്തിൽ ചേരണം. അല്ല, കാല് തൊടാനെന്ന രീതിയിൽ നീ ചെന്ന് അയാളായിട്ട് അടിച്ചോ. ചോദ്യം കേൾക്കുമ്പോ വിക്രമും അതുപോലെ സജീവും രാജീവേട്ടനും എല്ലാം ചിരിക്കുക. പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ. അപ്പൊ വിക്രം പറയും, ഇതുവരെ ഉണ്ടായിട്ടില്ല, പക്ഷെ ഇന്ന് രാത്രിയിൽ ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, അയാൾ നമ്മളെ ഭയപ്പെടുന്ന ഒരു താക്കീത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് ഇന്ന് നമ്മൾ നൽകും. നിങ്ങൾ എന്റെ കൂടെ നിൽക്കില്ലേ. ഇത് കേൾക്കുമ്പോ അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ജോസഫ് പറയും, എന്താ സംശയം. അപ്പൊ രാജീവേട്ടൻ പറയും, ഒന്ന് ആലോചിച്ചിട്ട് പോരെ. വിക്രം ചോദിക്കും, രാജേട്ടന് പേടിയുണ്ടോ. നീ പറഞ്ഞ പിന്നെ എനിക്ക് എന്ത് പേടിയാടാ. സജീവ് വരണ്ട, വീട്ടിലൊക്കെ വലിയ ഇഷ്യൂ ആവും. അനിയൻകുട്ടി വീട്ടിലില്ലേ. ജോസഫ് പറയും, നീ പോയി അവനെ വിളിച്ചോണ്ട് വാ, അപ്പോഴേക്കും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ്. സജീവ് പറയും, നിങ്ങളൊരു കേസിൽപ്പെട്ട അത് സ്വാഭാവികമായും എന്റെ നേരേക്കും വരും. അപ്പൊ പിന്നെ എന്തിനാ മാറി നിൽക്കുന്നത്, നീ പറ വിക്രം. അങ്ങനെ വിക്രം ഇങ്ങനെ അവരെ നോക്കി ചിരിച്ച് വിക്രത്തിന്റെ പ്ലാൻ എന്താണെന്ന് പറയാണ് കേട്ടോ. അതിപ്പോ എന്താണെന്ന് നമുക്കറിയില്ല. ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് MLA വീട്ടിലാണ്. അങ്ങേരുടെ ഭാര്യ അകത്തുനിന്ന് ഇറങ്ങി വരണേ. ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കാ, എന്താ മുഖത്തിനൊരു വാട്ടം. വാസവൻ പറയും, ഒന്നുമില്ല, ഞങ്ങൾ വരുമ്പോ പതിവില്ലാതെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ, അതിനെന്താ. അപ്പൊ ആ സ്ത്രീ പറയും, പാർട്ടിക്കാരല്ല, കണ്ടിട്ട് ഗുണ്ടകളെ പോലെ തോന്നി. അത് അടിപിടി കേസ് തീർപ്പാക്കാൻ വന്നവർ. അപ്പൊ അവര് പറയും, ഈ രാഷ്ട്രീയം എന്നത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. മോന്റെ കാര്യം തന്നെ നോക്ക്, നിങ്ങളോടുള്ള വൈരാഗ്യത്തിന് ഇപ്പൊ അവൻ അനുഭവിക്കുന്നത് കണ്ടില്ല. പോരത്തതിനെ ബന്ധമില്ലാത്തൊരു കേസ്. ഇങ്ങനൊരു പെൺകുട്ടിയുടെ അവൻ അങ്ങനെ പെരുമാറുന്നു തോന്നുന്നുണ്ടോ. ഇത്രയൊക്കെ നടന്നിട്ടും നിങ്ങൾ എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. അത് മോക്ക് പരീക്ഷയായിരുന്നില്ലേ, നിങ്ങൾ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. ഒന്നുമല്ല, നിങ്ങൾക്കിപ്പോഴും അവൻ എന്റെ മകനാണെന്ന് അംഗീകരിക്കാൻ വയ്യ. ഞാൻ പെറ്റതല്ലെങ്കിലും മോളും അവനും തമ്മില് എനിക്കൊരു വ്യത്യാസവും ഇല്ല. വാസവൻ പറയും, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ പോട്ടെ, സിനിമ എങ്ങനെയുണ്ട്. അപ്പൊ അവര് പറയും, ഈ ചോദ്യം തന്നെ നിങ്ങൾ എത്രാമത്തെ തവണ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്. വാസവൻ ചോദിക്കും, ഞാൻ ചോദിച്ചോ. പിന്നല്ലാതെ, നിങ്ങൾ ഈ പരിസരത്തൊന്നും അല്ലല്ലോ, ചിന്തയും ജീവനും. നിങ്ങളിപ്പോ ബിസിനസിന്റെയും രാഷ്ട്രീയത്തിന്റെയും പിറകിലല്ല. ഞങ്ങളെ കുറിച്ച് ഒരു വിചാരവും ഇല്ല. മിനി എവിടെ. അവള് ഡ്രസ്സ് മാറുന്നുണ്ട്, പിറന്നാൾ ഡ്രസ്സേ. ഈ സമയത്തോ.
കൃത്യം 12 മണിക്ക് തന്നെ ഡ്രസ്സ് ഇട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് റീലെടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇടണം അത്ര. അപ്പോഴേക്കും അച്ഛാ എന്ന് വിളിച്ച് ആ കുട്ടി താഴേക്ക് ഇറങ്ങി വരും. എങ്ങനെയുണ്ട് എന്റെ പിറന്നാൾ കൂടി? അത് പിന്നെ അച്ഛന്റെ സെലക്ഷൻ അല്ലേ, മോശമാവില്ലല്ലോ. അല്ല ഇപ്പൊ കേക്ക് കട്ട് ചെയ്താൽ നാളെ നിന്റെ കൂട്ടുകാരൊക്കെ വരുമ്പോഴോ? മിനി പറയും അത് നാളെ വേറെ കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു പീസുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം അച്ഛാ. രാത്രിയിലോ? ആ അതെ, രാത്രി തന്നെ ചേട്ടന് കൊടുക്കാം. അവനതൊന്നും കഴിക്കാൻ കഴിയില്ല. അപ്പൊ മിനി പറയും ചുണ്ടിൽ വെച്ച് കൊടുത്താൽ എല്ലാ വർഷവും ഒരുമിച്ചല്ലേ കേക്ക് കട്ട് ചെയ്യാറ്. ഈ പ്രാവശ്യം അതുകൊണ്ട് തന്നെ കേക്ക് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. ശരി, ഞാൻ സമ്മതിച്ചു. അപ്പോ MLA ഭാര്യ പറയും എനിക്ക് പിന്നെ കേക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കട്ട് ചെയ്തോട്. മിനി പറയും ശരിയാ, മുന്നേ തീരുമാനിക്കണായിരുന്നു. ഇനിയിപ്പോ അവിടെ എത്തുമ്പോഴേക്കും സമയം പോവില്ല. MLA പറയും നമുക്ക് ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം, എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം. അപ്പോഴേക്കും അവർ പറയും ഞാനേ പൂജാ റൂമിൽ വിളക്ക് വെച്ചിട്ടുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചു വരുമ്പോഴേക്കും നേരാവും എന്ന് പറഞ്ഞ് അവർ എഴുന്നേൽക്കുക. MLA വിളിക്കും, നിങ്ങൾ വാ. അപ്പൊ MLA പറയും നിങ്ങൾ ചെല്ലേ, നിങ്ങക്ക് വിശ്വാസം അല്ലെങ്കിൽ വേണ്ട, മോളെ കൂടെ വന്ന് നിന്നൂടെ? ശരി എന്ന് പറഞ്ഞ അവരോടൊപ്പം വാസുവനും പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സജീവൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോസ്പിറ്റൽ അറ്റൻഡറുടെ ഡ്രസ്സ് ഇട്ടിട്ടാ വന്നിരിക്കുന്നത്. തിരിച്ചറിയാതിരിക്കാൻ മാസ്ക് വെച്ച് ആ വരുണിന്റെ റൂമിലേക്ക് ചെല്ലുകയാണേ. വരുൺ ഇങ്ങനെ ആ റൂമിന്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അടുത്ത് തന്നെ ഒരു ഗുണ്ടയുണ്ട്, പക്ഷെ അയാൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. വിക്രത്തിന്റെ പ്ലാന്റെ ഭാഗമായിട്ടാണ് സജീവ് പാടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഭാഗം കഴിഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പ്രൊമോല് കാണിക്കുന്നത് വീട് ജപ്തി ചെയ്യാൻ വന്നിരിക്കുക. അതിനെ വേദ ശക്തമായി എതിർക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രമുഖയായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. താങ്ക്